ബിജെപി തൃശൂർ ജില്ലാ അധ്യക്ഷനെതിരെ പോലീസ് ചുമത്തിയ വകുപ്പ് 107 കോടതി റദ്ദാക്കി. അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരായാണ് സ്ഥിരം കുറ്റവാളികൾക്ക് ചുമത്തുന്ന വകുപ്പ് ചേർത്ത് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നത്. കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് വകുപ്പ് 107 റദ്ദാക്കി വിധി വന്നത്. ഭരണകൂടത്തിന്റെ ഒത്താശയോടെ പോലീസ് നടത്തിയ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ വിധിയെന്ന് ബിജെപി നേതൃത്വം വ്യക്തമാക്കി. എം മനോജ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. മനോജ, വാർത്തയുടെ വിവരങ്ങൾ ആദ്യം. തൃശൂർ RDO കോടതിയാണ് ഈ 107 വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചത്. തന്നെ സമൂഹത്തിന്റെ സമാധാന ജീവിതത്തിന് ഭീഷണിയായ സ്ഥിരം ക്രിമിനലുകൾക്കെതിരെ എടുക്കുന്ന CRPC 107 വകുപ്പാണ് ഈ BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. ഈ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ പ്രതികാര രാഷ്ട്രീയമാണെന്ന് നേരത്തെ തന്നെ BJP ആരോപിച്ചിരുന്നു. ഇതോടനുബന്ധിച്ച് BJP പ്രവർത്തകർ ഈ കേസ് എടുത്തതിനുമായി ബന്ധപ്പെട്ട്, അതായത് പോലീസ് കള്ളക്കേസ് എടുത്തുവെന്ന കാര്യം ചൂണ്ടിക്കാട്ടി DIG ഓഫീസ് മാർച്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു. ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് ഈ കള്ളക്കേസ് എടുത്തതിനെതിരെ പരാതി നൽകിയിരുന്നു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഈ എടുത്ത കേസുകളിലാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകുന്നത്. 107 വകുപ്പ് ചേർത്തുകൊണ്ടാണ് ഈ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെ റിപ്പോർട്ട് നൽകുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ ഉയർന്ന പ്രതിഷേധങ്ങളും വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭങ്ങളും ഒക്കെ കണ്ടതാണ്. അതിനു പിന്നാലെയാണ് ഈ RDO കോടതിയിൽ ഈ BJP നേതൃത്വം RDO കോടതിയെ സമീപിക്കുന്നത്. തുടർന്നാണ് ഈ RDO കോടതി ഈ കേസ് റദ്ദാക്കി, അതായത് ഈ 107 വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്മീഷണറും കളക്ടറും നടത്തിയ അന്വേഷണത്തിൽ ഈ കേസ് നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെ ഈ പ്രതികാരം 107 വകുപ്പ് പ്രകാരമുള്ള എല്ലാ ക്രിമിനൽ നടപടികളും റദ്ദാക്കിയത്. ഇത് തന്നെ ഒരു പ്രതികാര നടപടിയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് BJP നേതാക്കളെല്ലാം നേരത്തെ ആരോപിച്ചത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് KR ഹരിയാണ് ഈ കോടതിയിൽ ഈ കെ അനീഷ് കുമാറിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. എന്തായാലും ഇത്തരം ഒരു കോടതിയുടെ ഈ ഒരു വിധി അത് സർക്കാരിനും അതുപോലെ തന്നെ പോലീസിനുമേറ്റ കനത്ത തിരിച്ചടി തന്നെയാണെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. അനു, ശരി മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.